ഹലോ മക്കളെ, നിങ്ങളൊരു 10th റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞ് നിങ്ങളൊരു +1 അഡ്മിഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. +1 അഡ്മിഷനായിട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. +1 +2 ഏതെടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണോ? ഞാൻ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ഞാൻ പറയുകയാണ്. നിങ്ങൾ +1 +2 ബേസ് അല്ല നിങ്ങൾ സ്ട്രീം എടുക്കേണ്ടത്. +2 കഴിഞ്ഞ് നിങ്ങൾ എന്തിന് പോകണം? ഇപ്പം ഫോർ എക്സാമ്പിൾ ബയോളജി ഫീൽഡ് പോകണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊമേഴ്സ് ഫീൽഡ് പോകണോ, അല്ലെങ്കിൽ CS ഫീൽഡ് പോകണോ എന്നുള്ള ബേസിലായിരിക്കും നിങ്ങൾ +1 +2 എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +1 +2 നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുന്ന പിള്ളേർ ഉറപ്പായിട്ട് നിങ്ങളിപ്പം ബയോളജി ഫീൽഡ് മാത്രമേ നിങ്ങൾ പോകത്തുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ബയോളജി ഫീൽഡിൽ നിന്ന് മാത്രമല്ല, ബയോളജി മൈക്രോബയോളജി, BSc സുവോളജി, അല്ലെങ്കിൽ ബോട്ടണി, അപ്പോൾ അതുപോലുള്ള നീറ്റ് എക്സാംസ്, MBBS അങ്ങനെയുള്ള ഫീൽഡിൽ പോകേണ്ട മക്കൾ ഷുവറായിട്ടെന്നാണ് ഈ ബയോളജി സയൻസ് എടുത്തിരിക്കണം. ഇപ്പോൾ അതല്ല, എനിക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡേ പോകണ്ട, പക്ഷേ എങ്കിലും എനിക്ക് ബയോളജി പഠിക്കണം, എങ്കിലും അതും ബയോളജി എടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ എനിക്കിപ്പം മെഡിക്കൽ ഫീൽഡ് എനിക്ക് മെഡിക്കൽ ഫീൽഡിലേ പോകേണ്ട താല്പര്യമില്ല, എനിക്ക് ഈ ബയോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം +1 +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു BTech CS അല്ലെങ്കിൽ BCA BSc CS അങ്ങനെയുള്ള ഫീൽഡിൽ പോകേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ +1 CS എടുക്കാം. അപ്പോൾ CS എടുക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? CS എടുക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഈ പറഞ്ഞ BTech CS, ദെൻ BCA BSc CS അങ്ങനെയുള്ള ഫീൽഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയാസ് കിട്ടും. അതായത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, +1 +2 ആണെങ്കിൽ മാത്തമാറ്റിക്സിലെ പല ടോപ്പിക്സുകളും നിങ്ങൾക്കൊരു സബ്ജക്റ്റായിട്ട് അവിടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ BTechലും BCAലും BSc CSലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെങ്കിൽ അത് അവിടെ വളരെ ബെനിഫിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലമാണെങ്കിൽ CS-നകത്താണ് ടെക്സ്റ്റ് ബുക്ക് അട്ടിമുടി മാറുന്നുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം വരെ C++ പ്രോഗ്രാം ആണെങ്കിൽ ഇക്കൊല്ലം പുതിയതായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പൈത്തൺ പ്രോഗ്രാം ആയിരിക്കും. അത് ഏറ്റവും വേൾഡ് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ AI ഡെവലപ്മെൻറ്റ്, മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, ദെൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റൊക്കെ ആവശ്യമുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു ബേസിക് ഐഡിയാസ് മാത്രമല്ല, ബേസിക് മുതൽ അഡ്വാൻസ് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹം മക്കൾക്കാണെങ്കിൽ ഒരു ഫുൾ പാക്കേജാണ് +1 +2 തന്നെ CS എടുക്കുകയാണെങ്കിൽ. കാരണം നിങ്ങളിപ്പോൾ ഒരു പ്രത്യേകം ഒരു കോഴ്സ് എടുത്ത് പോവുകയാണ്, പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു കോഴ്സ് എടുക്കും, 30,000-40,000 എടുത്തൊരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് എടുത്ത് പോവുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ടുള്ളൊരു കോഴ്സ് തന്നെയായിരിക്കും ഈ +1 +2 ആണെങ്കിൽ CS എന്ന് പറയും. CS-നകത്തുള്ള കണ്ടൻസുകൾ നല്ല രീതിയിലുള്ള ഒരു വാസ്റ്റ് കണ്ടന്റ് തന്നെയാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പൈത്തൺ പ്രോഗ്രാമിൻ്റെ ബേസിക് ഐഡിയാസ് ഉണ്ട്, ദെൻ അഡ്വാൻസ് ഐഡിയാസ് ഉണ്ട്, ഫങ്ഷൻസ്, ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ് അങ്ങനെയുള്ള എല്ലാ ഐഡിയാസും വരുന്നൊരു കോഴ്സ് തന്നെയായിരിക്കും +1 +2 CS എന്ന് പറയുമ്പോൾ. അപ്പം ഈ പറഞ്ഞ +1 +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും BTech CS അല്ലെങ്കിൽ BCA BSc CS മാത്രം ചൂസ് ചെയ്യുന്ന മക്കൾ എന്താണ് ഷുവറാണെന്ന് യൂസ് ചെയ്യുക, ഈ പറഞ്ഞ +1 +2 CS യൂസ് ചെയ്യുക. അപ്പോൾ ഇനി അതല്ല, ഇപ്പം കൊമേഴ്സിൻ്റെ കൂടെയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡീമെറിറ്റ് എന്താണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ബേസിക് ഐഡിയാസ് അവിടെ കിട്ടുന്നുണ്ട്, പക്ഷേ അവിടെ മാത്തമാറ്റിക്സ് കിട്ടുന്നില്ല. മാത്തമാറ്റിക്സിൻ്റെ കാരണം ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്തമാറ്റിക്സ്. അപ്പോൾ +1 +2 മാത്തമാറ്റിക്സും ഈ BTech CS അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ പോകേണ്ട ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഫൈനലായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ +1 CS എടുക്കേണ്ട മക്കൾ ഷുവറായിട്ട് +1 +2 കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറഞ്ഞ CS ഫീൽഡിൽ പോകേണ്ട മക്കൾ മാത്രം എന്തെടുക്കുക, CS എടുക്കുക. അല്ലാത്ത മക്കൾ ബയോ സയൻസിലോട്ട് തന്നെ പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് പറയട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിലായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.